വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പ് പറയാൻ പോകുന്നത്. ഈ എഫേസ്യ ലേഖനം വാസ്തവത്തിൽ എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതല്ല എന്നാണ് പല വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അതിൻ്റെ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്, ഈ ലേഖനങ്ങളുടെ പൂർവ്വകാല ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികൾ പരിശോധിച്ചപ്പോൾ ഈ ലേഖനത്തിൽ എഫെസോസ് എന്നോ എഫേസ്യർ എന്നോ ഒരു വേർഡ് അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പൂർവ്വകാല ഗ്രീക്ക് കൈപ്രതികളിൽ എഫെസോസ് എന്നും എഫേസ്യ എന്നും പറയുന്ന ഒരു വാക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. പിന്നെ മറ്റു ചില വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇതൊരു പക്ഷേ ലവോദിക്യ സഭയിലേക്ക് എഴുതിയ ലേഖനമായിരിക്കാം. ആ ലവോദിക്യ സഭയിലേക്ക് എഴുതിയ ലേഖനം ഇവിടെ വായിക്കാൻ വന്നിട്ട് അല്ലെങ്കിൽ പിന്നെ പോയില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ എഫേസ് ലേഖനം ആയി തീർന്നാകാമെന്നും ചില അഭിപ്രായപ്പെടുന്നുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ച് തീർന്ന ശേഷം ലവോദിക്യ സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിപ്പിനെന്ന് കൊലോസ്യ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുകയാണ്. അപ്പം എൻ്റെ അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്: കൊലോസ്യ സഭയിലേക്ക് പൗലോസ് ലേഖനം അയക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ലവോദിക്യ സഭയിലേക്കും പൗലോസ് ലേഖനം അയച്ചിട്ടുണ്ട്. സോ ആ ലവോദിക്യ സഭയിലെ ലേഖനം എഫെസസ് സഭയിലും വായിക്കണം, അല്ലെങ്കിൽ കൊലോസ്യ സഭയിലും വായിക്കണമെന്ന് എഴുതി